അല്ല, ഇടതുപക്ഷത്തിന് അവരുടെ നിലപാട് പറയുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് നിലപാട് പറയുന്നതിനോ പ്രശ്നമില്ല. പക്ഷെ വേദിയാണ് പ്രശ്നം. ശിവഗിരി പോലെ ഉള്ള ഒരു വേദിയിലാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ശിവഗിരി മഠത്തിന്റേത് തന്നെയായ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ കാര്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഷർട്ട് ഇടാത്തതിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഷർട്ട് അനാചാരമാണ് എന്ന് ഞാൻ പറഞ്ഞ ഷർട്ട് ഇട്. ഇപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ അവിടെ ആ ക്ഷേത്രങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആരുടെയാണ് ഒരു ഓണർഷിപ്പിലുള്ള ഇവിടെ ഈ പറയുന്ന ഇവർ ഈ നവോത്ഥാനം പറയുന്ന തിരുവിതാംകൂർ ഈ ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയുമോ? നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കുമോ? സമ്മതിക്കില്ലായിരിക്കാം. നേരത്തെ നടത്തിയത് എന്തായി? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പണ്ട് കാലങ്ങളിൽ ഈ അമ്പലങ്ങളിൽ കോഴീനെ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മൃഗങ്ങളെ ബലി കൊടുക്കുന്ന സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതും ഈ പറയുന്നത് പോലെ അമ്പലങ്ങളുടെ ആചാരങ്ങളാണ്, അവിടുത്തെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതൊക്കെ നിർത്തലാക്കിയില്ലേ നമ്മള്? അല്ല, അവിടെ നിർത്തലാക്കുന്നത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്ന ഏതു തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും നിർത്തലാക്കാനുള്ള, അതായത് നമ്മുടെ ഭരണഘടന തന്നെ അതിനെ പല രീതിയിൽ, അതായത് ഇപ്പം പണ്ട് നമ്മുടെ നാട്ടിൽ അയിത്തം ഉണ്ടായിരുന്നു. അൺടച്ചബിലിറ്റി നമ്മൾ ഭരണഘടനാപരമായിട്ട് തന്നെ നിരോധനം ഏർപ്പെടുത്തി. അതുപോലെ തന്നെ പല തരത്തിലുള്ള അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അനാചാരമെന്ന് ആരാണ് ചിന്തിക്കേണ്ടത്? അതാരാണ് നിർവചിക്കുന്നത്? തീർച്ചയായിട്ടും അനാചാരവും നിർവചിക്കേണ്ടത് ആ നേതൃത്വമാണ് നിർവചിക്കേണ്ടത്. അത് ഏത് മതമായിക്കൊള്ളട്ടെ, ആ മതത്തിനൊരു നേതൃത്വമുണ്ടല്ലോ. ആ മതത്തിന്റെ നേതൃത്വം, അതായത് ആ മതത്തിനെ മതവിശ്വാസികൾ അംഗീകരിക്കും. ഇപ്പൊ എന്തായാലും ഒരു വിശ്വാസികളുടെ അംഗീകാരമില്ലാത്ത ഒരാൾക്ക് ഒരു ആരാധനാലയത്തിന്റെ നേതാവായിട്ടിരിക്കാൻ കഴിയില്ലല്ലോ.